അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ذكر الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് എന്നുണർത്തുകയാണ്. അർഹമുർ റാഹിമീനായ നാഥൻ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ സത്യവിശ്വാസികളും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ അടുക്കൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പോരായ്മകളും ആ പാപങ്ങളെല്ലാം അതെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് പരലോകത്ത് അതിനെക്കുറിച്ച് വിചാരണ ചെയ്യാതെ, ആ വിചാരണയ്ക്ക് വിധേയമാകാതെ അള്ളാഹു പുറത്തു തരിക എന്നുള്ളത് വിശ്വാസികളായ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതുവഴി സ്വർഗത്തിലേക്കാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അകവും പുറവും കൃത്യമായി ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരാവണം എന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങി പാപങ്ങൾ ചെയ്തു പോകുന്ന പ്രകൃതത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി സദാസമയവും തൻ്റെ അടുക്കൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ.
അല്ലാഹുവാണേ സത്യം, ഞാൻ ഒരു ദിവസം അല്ലാഹുവിനോട് 70-ലധികം തവണ പാപമോചനത്തിന് വേണ്ടി തേടാറുണ്ട് എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ എത്രത്തോളം പോരായ്മകളും ന്യൂനതകളും തെറ്റുകളും കുറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ്. പക്ഷേ എത്രത്തോളം ഒരു ദിവസം നമ്മുടെ മനസ്സൊന്ന് കഴുകിക്കളയാൻ, നമ്മുടെ അകമൊന്ന് ശുദ്ധമാക്കാൻ പടച്ചതമ്പുരാനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി ഞാനും നിങ്ങളും തേടാറുണ്ട് എന്ന് ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. തെറ്റുകൾ പറ്റാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിൽ 70-ലധികം തവണ ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടാറുണ്ടത്രേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ നഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരുന്നു കൊണ്ട് 100 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞങ്ങൾ എണ്ണാറുണ്ട് എന്ന്. ഇതുപോലെ ഒരു മജ്ലിസിലൊക്കെ ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണ ഇങ്ങനെ പറയാറുണ്ട് അത്രേ. എന്താണ് അവിടുന്ന് പറയാറുള്ളത്? റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. എന്റെ റബ്ബേ, നീ എനിക്ക് പുറത്തു തരികയും എന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയാലുവുമാകുന്നു എന്ന് അള്ളാന്റെ പ്രവാചകൻ ഒരു സദസ്സിലിരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് 100 തവണയൊക്കെ ഞങ്ങൾ ഇങ്ങനെ എണ്ണാറുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ അധികമാണ് റസൂലുള്ള അതിന് ചോദിക്കാറുള്ളത്. ഞാനും നിങ്ങളും സഹോദരങ്ങളെ നിരന്തരം തെറ്റുകൾ സംഭവിച്ചു പോകുന്ന മനുഷ്യരെന്ന നിലക്ക് നമ്മളൊക്കെ ഇന്നത്തെ ദിവസം എത്ര തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാര ശേഷം ഒരുപക്ഷേ നമ്മൾ അസ്തഗ്ഫിറുല്ലാ 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 എന്ന് 3 തവണ പറഞ്ഞിട്ടുണ്ടാവാം. മനസ്സറിഞ്ഞുകൊണ്ടാണോ ഞാനും നിങ്ങളും അത് ഉരുവിട്ടത് എന്ന് ആലോചിച്ചു നോക്കുക. ആത്മാർത്ഥമായി നമ്മൾ റബ്ബിനോടത് ചോദിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം പ്രാവശ്യം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? പാപങ്ങൾ ചെയ്യാത്തവനാണ് പ്രവാചകൻ. എന്നിട്ടും പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമെന്താണ്? പരിശുദ്ധനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടും പാപം ചെയ്ത അടിമ അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നത് അള്ളാഹുവിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നതുകൊണ്ടുമാണത്. അപ്പൊ അതൊരു മോശപ്പെട്ട കാര്യമൊന്നല്ല. തെറ്റുകൾ പറ്റിയാൽ അത് അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നർത്ഥം. അത് അല്ലല്ലാതെ വേറെ ആരാ പൂർത്തി തരാനുള്ളത്? ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കാണാണ്. നിങ്ങൾക്ക് നിസ്കാരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യമായ ചിന്തകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചില ആൾക്കാരൊക്കെ ആലോചിച്ചാൽ മതി. ചില മഹാന്മാരെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മനസ്സില് വലിയ മഹത്വം കൽപ്പിച്ചു കൊണ്ട് നടക്കുന്ന അത്തരം ആളുകളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പാകപ്പിഴകൾ സംഭവിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് അല്ലാഹു തആല പറയുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 110-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു, ആരെങ്കിലും വല്ല തിന്മകൾ ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ വല്ല അക്രമം പ്രവർത്തിക്കുകയോ ചെയ്ത ശേഷം അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന പക്ഷം യജിദില്ലാഹ ഗഫൂറർ റഹീമാ, ഏറെ പൊറുക്കുന്നവനായും കരുണാനിധിയുമായി അല്ലാഹുവിനെ നിനക്ക് കാണാം.
അപ്പൊ അള്ളാഹുവോട് ചോദിക്കണം. പറഞ്ഞു വരുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന, നമ്മുടെ മനസ്സ് മലിനമാകുന്ന, നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അത് അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിച്ചാൽ അള്ളാഹു അത് പൊറുത്തു തരുമെന്നാണ്. റബ്ബ് കാരുണ്യവാനാണ്. അള്ളാഹു നമ്മളോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ്. പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവും തയ്യാറാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നല്ലവരായ അള്ളാഹുവിന്റെ അടിമകളെ പരിചയപ്പെടുത്തിയപ്പോ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിലെ 135-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. അവിടെ അല്ലാഹു പറയുന്നത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, വല്ല നീച പ്രവർത്തനവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല അക്രമവും പ്രവർത്തിച്ചു പോയാൽ, ദക്കറല്ലാഹ, അവൻ അല്ലാഹുവിനെ ഓർക്കുകയും, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി, വമൻ യഗ്ഫിറദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? നമ്മുടെ തെറ്റും കുറ്റമൊക്കെ പുറത്തരാൻ അല്ലാതെ ആരാണുള്ളത്? മനുഷ്യന്മാരാണ്. തെറ്റ് സംഭവിക്കാം, പിഴവുകൾ സംഭവിക്കാം. അതൊക്കെ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അള്ളാഹ് പുറത്തരുന്നാണ്. നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു നമ്മളോട് പറയാണ്, അല്ലാതെ വേറെ ആരാണ് പുറത്തരാനുള്ളത് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ, ഭാര്യ അറിയാതെ ഭർത്താവ് ചെയ്ത തെറ്റുകൾ, ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്ത തെറ്റുകൾ, ആരാരും കണ്ടിട്ടില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹ് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം അത്. നമ്മുടെ പാപങ്ങൾ എന്താ നമുക്കറിയാം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ അകം ശുദ്ധമാക്കണം. കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. അതിനു പറ്റിയ ഏറ്റവും നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാൻ സമാഗതമാകുന്നതിന്റെ മുമ്പേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റമളാനിന്റെ മുമ്പെയുള്ള ശഅബാൻ മാസത്തിൽ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നാണ്. നമ്മളൊന്ന് ഒരുങ്ങണം. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ റമളാനിന് വേണ്ടി ഒരുങ്ങാറുണ്ട്, നമ്മളൊക്കെ ഒരുങ്ങാറുണ്ട്. റമളാനിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ബാഹ്യമായ ഒരുക്കങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ബാഹ്യമായ ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള അരിയും പൊടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കും. മല്ലിയും മുളകൊക്കെ പൊടിച്ചു വെക്കും. അതേപോലെ തന്നെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും കഴുകി വൃത്തിയാക്കി വെക്കും. അതുപോലെ തന്നെ ഒരു മാസത്തേക്ക് നമ്മുടെ ടൈം ടേബിളിലെ ഒരു മാറ്റമൊക്കെ നമ്മളിങ്ങനെ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തും. രാവിലെ ഒരു 8 മണിക്ക് കഴിച്ചിരുന്ന പ്രാതൽ ഒരു 4 മണിക്കൂർ പിറകോട്ടാക്കിയിട്ട് ഒരു 4 മണിക്ക് കഴിക്കും. സാധാരണ ഉച്ചക്ക് കഴിച്ചിരുന്ന ആ ഒരു ഉച്ചഭക്ഷണം ഒരു 4 മണിക്കൂർ അപ്പുറത്തേക്കാക്കിയിട്ട് നമ്മളതൊരു മഗ്‌രിബിന്റെ സമയത്ത് കഴിക്കും. ഇങ്ങനെ ഒരു നമ്മുടെ ഭക്ഷണത്തിന്റെ ടൈമിൽ ഒരു ചേഞ്ച് വന്നു എന്നതല്ലാതെ, നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ ഒരു മാറ്റം വന്നു എന്നതല്ലാതെ, മാനസികമായി പലപ്പോഴും നമുക്കൊരു മാറ്റം വരാറില്ല പല ആളുകൾക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് റമളാനിന്റെ മുമ്പേ തന്നെ ഈ ശഅബാൻ മാസത്തിൽ നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാക്കണം. ഒരാളോടും അസൂയയില്ലാത്ത, ഒരാളോടും വെറുപ്പില്ലാത്ത, പിണക്കങ്ങൾ തീർത്തുകൊണ്ട് എല്ലാ മനുഷ്യരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഉടമകളായി മനസ്സ് കഴുകിക്കളഞ്ഞ് അകവും പുറവും ശുദ്ധമാക്കിക്കൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്തൊക്കെ പരിശുദ്ധ റമളാൻ മാസം വരുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമളാനിൽ ജീവിച്ചിരിക്കുവാൻ വേണ്ടിയുള്ള അതിലെ ഇബാദത്തുകളിൽ മുഴുകുവാനുള്ള ആഗ്രഹത്തോടുകൂടെ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. റമളാൻ കഴിഞ്ഞാൽ ആ റമളാനിൽ ചെയ്തിട്ടുള്ള അമലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന്. സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും നമ്മുടെ കൂടെയില്ല. ആരൊക്കെയാണ്
ഈ റമദാൻ ആകുമ്പോഴേക്ക് ബാക്കിയാവുക എന്നും അറിഞ്ഞൂടാ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മളൊന്ന് മാനസികമായി ഒരുങ്ങണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൽക്കർമ്മങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ് എന്ന് നസാഇ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മാസം ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിങ്കലേക്ക് സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് അതിലാകുന്നു എന്ന്. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസം, മഹത്വമുണ്ട് ഈ മാസത്തിന്. നമുക്കറിയാം, അല്ലാഹു തആല മഹത്വമുള്ള മാസങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ അതിന്റെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ്സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ. അതേ, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 ആകുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ആ 12 മാസങ്ങളിൽ അതാ 4 മാസം പവിത്രമായ മാസമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ആ പവിത്രമായ മാസങ്ങൾ ഏതാണെന്നറിയുമോ? അതെ, നമുക്കറിയാം, റജബ് മാസമാണൊന്ന്, അതുപോലെ തന്നെ മറ്റൊന്ന് മുഹറം മാസമാണ്, മറ്റൊന്ന് ദുൽഖഅദ് മാസമാണ്, മറ്റൊന്ന് ദുൽഹിജ്ജ മാസമാണ്. അതുപോലെ തന്നെ റമളാനിന് പ്രത്യേകമായ പുണ്യങ്ങൾ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാം ഇന്നുള്ള ശഅബാൻ മാസത്തിനും ചില പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. ശഅബാൻ മാസത്തിന് ചില പ്രത്യേകതയുണ്ട്. ആ വിഷയത്തിൽ ഒരുപാട് ഹദീസുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ആ മാസം ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിങ്കലേക്ക് സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണിത്. അതിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന്. ശഅബാൻ മാസം നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ധാരാളമായി ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നാണ്. നമ്മൾ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം, നോമ്പ് അധികരിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവിടുന്ന് ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും, ശഅബാൻ മാസത്തെക്കാൾ ധാരാളമായി മറ്റൊരു മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. അവിടുന്ന് ശഅബാൻ മുഴുവനായും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ബുഖാരിയിൽ കാണാൻ സാധിക്കും. മറ്റൊരു റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത്, ശഅബാൻ മാസത്തിലെ നോമ്പിനേക്കാൾ ധാരാളമായി മറ്റൊരു മാസത്തിലും അവിടുത്തെ നോമ്പുകാരനായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ശഅബാൻ മുഴുവനായും അദ്ദേഹം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം നവവി പറയുന്നത്, ഖാല അൻ-നവവിയ്യു റഹിമഹുല്ലാഹ് വബയാനുൻ അന്ന ഖൗലഹാ കുല്ലഹു ഐ ഗാലിബഹു. അവിടുന്ന് പറയുന്നതായി കാണാൻ സാധിക്കാം, ശഅബാൻ മുഴുവനായും എന്ന് പറഞ്ഞാൽ അതിലെ ഭൂരിഭാഗവും എന്നാണ് ഉദ്ദേശം എന്ന്. ശഅബാൻ മുഴുവനായും റസൂലുള്ള നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലെ ഭൂരിഭാഗവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ മാസത്തിന് ഉള്ള ഒരുപാട് പ്രത്യേകതകൾ, ആ പ്രത്യേകതകളെ മുഴുവനും നമ്മൾ മനസ്സിലാക്കി അതിന്റെ മഹത്വങ്ങൾ, അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കണം. നമ്മളൊക്കെ നോമ്പനുഷ്ഠിക്കണം, അതുപോലെ തന്നെ കർമ്മങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കണം. എന്നാൽ ശഅബാൻ മാസത്തിൽ ഇല്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. ഇപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച മിഹ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് നമ്മുടെ നാടുകളിലൊക്കെ ആചരിച്ചിരുന്നു.
അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇബാദത്തുകൾക്ക് പ്രചാരം നേടുന്നു. എന്നാൽ സുന്നത്തുകൾ അത് വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഈ ശഅബാൻ മാസത്തിലും ഒരുപാട് അനാചാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മിഹ്റാജിന്റെ രാവിൽ അള്ളാന്റെ പ്രവാചകൻ ആകാശാരോഹണം നടന്നിട്ടുണ്ട്. ആ 7 ആകാശം കയറിപ്പോയിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് നമസ്കാരം സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അത് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിനപ്പുറം അന്നൊരു നോമ്പ് നോൽക്കാനോ അന്ന് പ്രത്യേകമായ ഇബാദത്ത് ചെയ്യാനോ പ്രത്യേകമായ ദുആ ചെയ്യാനോ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. എന്നതുപോലെ തന്നെ ശഅബാൻ മാസത്തിന് ചില പ്രാധാന്യമുണ്ട്. ആ മാസത്തിൽ അള്ളാന്റെ പ്രവാചകൻ ധാരാളമായി നോമ്പ് നോറ്റിരുന്നു എന്നും കർമ്മങ്ങൾ ഒരുപാട് അധികരിപ്പിച്ചിരുന്നു എന്നുമൊക്കെ പറയുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ചില അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾ ആചരിച്ചു വരുന്ന ഒരുപാട് അനാചാരങ്ങൾ, എന്തിനൊക്കെയാണ് പ്രവാചകന്റെ മാതൃക ഉള്ളത് എന്ന് പരിശോധിക്കൽ സഹോദരങ്ങളെ തന്റെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. നമ്മുടെ ബാധ്യതയാണ്. ശഅബാനിൽ മുസ്ലിം സമൂഹത്തിൽ ചിലർ ആചരിക്കുന്ന ബിദ്അത്തുകൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത് നമുക്ക് കാണാൻ സാധിക്കും, ശഅബാൻ 15-ന് പ്രത്യേകമായുള്ള നോമ്പ് നോറ്റുകൊണ്ട് ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ പൊതുവെ ആളുകൾ പറഞ്ഞു വരാറുള്ള ഒരു നോമ്പ് ബറാഅത്ത് നോമ്പ്. നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ബറാഅത്ത് നോമ്പ് നോൽക്കാൻ. സാധാരണ തിങ്കളാഴ്ച നോമ്പ് നോൽക്കാത്ത, ഒരു വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കാത്ത, അയ്യാമുൽ ബീളിന്റെ നോമ്പ് നോൽക്കാത്ത ആ രൂപത്തിലുള്ള ആളുകളൊക്കെ കാണാം റമദാനിലെ നോമ്പിനേക്കാൾ മഹത്വത്തോടുകൂടെ ബറാഅത്ത് നോമ്പ് നോൽക്കുന്നതായി കാണാൻ സാധിക്കും. ഇതൊരു അനാചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശഅബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കലും ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പെടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുള്ളതാണ്. എന്നാൽ അതുപോലെ എല്ലാ ഹിജ്റ മാസത്തിലെയും അയ്യാമുൽ ബീളിന്റെ ദിവസങ്ങൾ എന്ന നിലക്ക് നോമ്പെടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒന്നിടവിട്ട് നോമ്പെടുക്കുന്നതും സുന്നത്താണ്. ആ നിലക്കെല്ലാം ശഅബാൻ 15-ന് ഒരാൾ നോമ്പെടുക്കുകയാണ് എങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പരിധിക്കുള്ളിൽ വരുന്നതാണ്. എന്നാൽ അതല്ലാതെ ശഅബാൻ 15-ന് മാത്രം പ്രത്യേകമായ നോമ്പുണ്ട് എന്ന് വാദിക്കുകയും ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ആളുകളോട് ശഅബാൻ 15 നോമ്പെടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് ചിലർ ഈ മതത്തിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള ബിദ്അത്തുകളിൽപ്പെട്ടതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദാ കാനത്ത് ലൈലത്തു നിസ്ഫി മിൻ ശഅബാന ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. ശഅബാൻ പാതിയായാൽ അഥവാ 15 അതിന്റെ രാവ് നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക എന്ന് ഇബ്നു മാജയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസ് മൗലൂആയ ഹദീസാണ്, അഥവാ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് എന്നാണ് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ ഒരു ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് ഇല്ല. നമ്മളൊക്കെ നാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ നോമ്പ് വ്യാപകമായി നോറ്റുകൊണ്ടിരിക്കുന്നു. അതൊരു ബിദ്അത്താണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ശഅബാൻ 15-ന്റെ രാവിൽ സ്വലാത്തുൽ അൽഫിയ അഥവാ ശഅബാൻ 15-ന്റെ ആ ഒരു രാവിൽ സ്വലാത്തുൽ അൽഫിയ എന്ന ഒരു നമസ്കാരം യാതൊരു പ്രമാണവുമില്ലാത്ത മറ്റൊരു ബിദ്അത്താണ്. അങ്ങനത്തെ ഒരു നിസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശഅബാൻ 15-ന് 100 റക്അത്ത് നമസ്കരിക്കുകയും അതിൽ ഓരോ റക്അത്തിലും 10 വീതം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക നമസ്കാരമാണ് അത്. അതിനെക്കുറിച്ച് ഇമാം നവവി പറയുന്നത് എന്താണെന്നറിയോ സഹോദരങ്ങളെ? അത് ഒരിക്കലും തന്നെ മതത്തിലില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വലാത്തുൽ റഗായിബ് എന്നറിയപ്പെടുന്ന നമസ്കാരം, അതായത് റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ
മഗ്രിബിനും ഇശാഇനും ഇടയിൽ നിർവഹിക്കപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരം, അതുപോലെ ശഅബാൻ പകുതിയിലെ അഥവാ ബറാഅത്ത് രാവ്, ആ രാവിലെ 100 റക്അത്ത് നമസ്കാരം, ഇവ രണ്ടും മ്ലേച്ഛമായ 2 ബിദ്അത്തുകളും വെറുക്കപ്പെട്ട കാര്യവുമാകുന്നു എന്നാണ്. അഥവാ അതിനെക്കുറിച്ച് പറഞ്ഞത് ബിദ്അത്താനി വമുൻകറാനി എന്നാണ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതെല്ലാം അനാചാരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു നിസ്കാരം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ശഅബാൻ 15-ാം രാവിൽ പ്രത്യേകം എണ്ണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ഇതൊക്കെ നമ്മുടെ നാടുകളിലുള്ളതാണ്. റിസ്ക്കിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് യാസീൻ ഓതുക, ഇങ്ങനെയുള്ള ഒരുപാട് ഏർപ്പാടുകൾ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് അനാചാരങ്ങളാണ്. അതൊന്നും മതത്തിലുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയുസ് വർദ്ധിക്കാനും അപകടങ്ങൾ നീങ്ങാനും പ്രത്യേകമായി ശഅബാൻ 15-ാം രാവിൽ 6 റക്അത്തുകൾ നമസ്കരിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമായ ആൾക്കാരൊക്കെ ചെയ്യും, നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക. ശഅബാൻ 15 ചില ആളുകൾ ആഘോഷിക്കും. ശഅബാൻ 15 ആഘോഷിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന 3 ആഘോഷങ്ങളാണ്. ഒന്ന് ഈദുൽ അദ്ഹയാണ്, മറ്റൊന്ന് ഈദുൽ ഫിത്തറാണ്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അതൊരു ഈദായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റൊരു ഈദ് മതത്തിലില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ശഅബാൻ 15-ാം രാവിൽ ചില ആൾക്കാർ മധുരം കൊടുക്കും, കൽത്തപ്പൻ ചുടുക, അതുപോലെ തന്നെ ചക്കരച്ചോറ് വെക്കുക, എന്നിട്ട് അതൊക്കെ വിതരണം ചെയ്യുക, അന്നൊരാഘോഷം പോലെയാക്കുക. ഇതൊക്കെ സഹോദരങ്ങളെ മതത്തിലില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ഇവരിതൊന്നുമില്ലാത്ത ആൾക്കാരാണ്, ഇവരെല്ലാത്തിനും വിമർശിക്കുന്ന ആൾക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. സഹോദരങ്ങളെ, മതത്തിലുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെയ്യണം. എത്രയോ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതൊന്നും ചെയ്യാതെ ബിദ്അത്തുകളുടെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ശഅബാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കർമ്മങ്ങൾ അധികരിപ്പിക്കണം. നോമ്പ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അത് ശഅബാൻ 15-നല്ല, ആ ശഅബാൻ മാസത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പ് നോറ്റിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആ നിലക്ക് നോമ്പ് അനുഷ്ഠിക്കണം. ഒരു പക്ഷേ ഇതൊക്കെ ആചരിച്ചു പോകുന്ന ചില ആളുകൾ ഉണ്ടാവാം. ഇത് അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഒക്കെ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഇങ്ങനെ നടന്നു വരുന്ന ചില അനാചാരങ്ങൾ അതൊക്കെ മതത്തിന്റെ ഭാഗമാണ് എന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്. എത്രയോ സഹോദരിമാർ ഇപ്പോൾ ഉംറക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം മഖ്ബറത്തുൽ മുഅല്ലയിൽ വെച്ച് അവിടുത്തെ ഖബർ ഇങ്ങനെ കാണിച്ചു. ഖദീജ ബീവിയുടേതാണ് എന്ന് പറയപ്പെടുന്ന ഖബർ, ആ ഖബറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് ഇവിടെ ഖദീജ ബീവിൻ്റെ ഖബർ, ആ മഖ്ബറയിൽ ഒരു ജാറം കാണാനല്ല, അവിടെ ഒരു ചന്ദനത്തിരിയും കത്തിക്കുന്നില്ല, ആരും അവിടെ ഒരു നേർച്ചപ്പെട്ടി വെക്കുന്നില്ല, അവിടെ ആരും ജാറം മൂടുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞ് ആരും പ്രാർത്ഥിക്കുന്നുമില്ല. നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ബീവിമാര്, പൊന്നാനി മുനമ്പത്ത് ബീവി, ഊരും പേരൊന്നും അറിയില്ല, പക്ഷെ അവിടെ ആളുകൾ നേർച്ചയാക്കുക, അവിടെ ആളുകൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെ കണ്ടൊക്കെ ആൾക്കാർ നമ്മുടെ കൂടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ അള്ളാന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് പോലും പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയിട്ടും പ്രവാചകൻ അങ്ങനെ ഒരു ജാറ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു നേർച്ചക്കുറ്റി അവിടെ വെച്ചിരുന്നെങ്കിൽ ലോകത്തുള്ള നാനാഭാഗത്തുള്ള ആളുകളും ഡോളറുകൾ അവിടെ സംഭാവന നൽകുമായിരുന്നു, നേർച്ചാക്കുമായിരുന്നു. ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. ഇവിടെ ഒന്നും ഇതില്ലല്ലോ, ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ അല്ല ഇത് ഉണ്ടാവേണ്ടത്. അതൊക്കെ എപ്പോഴും അവിടെ ആ ഖബറൊക്കെ അതേപോലെ ഉണ്ടായിട്ടും എന്താ അതൊന്നും ഇവിടെ ഇല്ലാത്തത്? ആളുകൾ ചിന്തിക്കുകയാണ്. തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ അവർ തിരുത്തുകയാണ്. സഹോദരങ്ങളെ, അതിനുള്ള അവസരമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസപരമായ ഒരുപാട് ജീർണതകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. ആ ജീർണതകൾ ബോധ്യപ്പെടുമ്പോൾ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണമെന്നാണ്. അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഹിദായത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി നമ്മൾ കാണേണ്ടത്. എത്ര ആളുകൾക്ക് ആ രൂപത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്? പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു വരുന്ന ഒരുപാട് ആചാരങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശഅബാൻ മാസത്തിലെ ബിദ്അത്തുകൾ, അതുപോലെ തന്നെ മിഹ്റാജ് രാവിലെ ആ ബിദ്അത്തുകൾ, അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങൾ
നമ്മളിങ്ങനെ കാര്യങ്ങൾ മനസ്സൊന്ന് കഴുകിക്കളഞ്ഞ് നമ്മുടെ അകം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് നിഷ്കളങ്കമായ മനസ്സുമായി റബ്ബേ നീ എനിക്ക് ഹിദായത്ത് നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ റബ്ബിനോട് ആ രൂപത്തിൽ നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പോ പടച്ചവന്റെ ആ ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടും. അത് കിട്ടുമ്പോ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാണ് വേണ്ടത്. എത്രയോ സഹോദരങ്ങൾ ആ രൂപത്തിൽ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നന്മയുടെ പാതയിൽ വഴി നടക്കുന്ന എത്രയോ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ആളുകളോടാണ് അള്ള പറയുന്നത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അവൻ അല്ലാഹനെ കുറിച്ച് ഓർക്കുകയും റബ്ബേ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴകളാണ്, തെറ്റുകളാണ് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ ബോധ്യപ്പെട്ട് പടച്ച തമ്പുരാനെ കുറിച്ച് ഓർമ്മ വരികയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹയല്ലാതെ ആരാണുള്ളത്? വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ. അല്ലാഹു തആല പറയുകയാണ്, സഹോദരങ്ങളെ, ഒരു തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കണം. ആ തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെയും അത് തുടരരുത്. ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെയായി, എന്റെ കുടുംബക്കാരങ്ങനെയാണ്, എന്റെ മഹൽ അങ്ങനെയാണ്, എന്റെ നാട്ടിൽ അങ്ങനെയാണ്, ഞാൻ മാത്രം അതിൽ നിന്ന് മാറി നിന്നാൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും അത് മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ തെറ്റിൽ തുടർന്നു പോവരുത്. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരാകുന്നു യഥാർത്ഥ വിശ്വാസികൾ. എന്നിട്ട് അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. യഥാർത്ഥ വിശ്വാസികൾ അതങ്ങനെ മാപ്പ് നൽകുന്ന, അല്ലെങ്കിൽ മാപ്പ് തേടുന്ന, അകം ശുദ്ധമാക്കുന്ന, മനസ്സ് വൃത്തിയാക്കുന്ന ആ വിശ്വാസികളെ കുറിച്ച് അല്ല പറഞ്ഞത്, അവർക്കതിനുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ? ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനമാണ്. മാത്രമല്ല വജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് അവരെ കാത്തിരിക്കുന്നത്. ഖാലിദീന ഫിഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. വനിഅമ്മ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര മഹത്തരമാണ്. സഹോദരങ്ങളെ, പശ്ചാത്തപിക്കുന്നവർക്കുള്ള, അകം ശുദ്ധമാക്കുന്നവർക്കുള്ള ഓഫറാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ നിങ്ങൾ. പരലോകത്ത് ലഭിക്കുന്ന അതിമഹത്തരമായ പ്രതിഫലത്തിന് പുറമെ പാപമോചനം തേടുന്ന ആളുകൾക്ക്, മനസ്സ് ശുദ്ധമാക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തും അല്ലാഹു തആല അനുഗ്രഹങ്ങൾ നൽകുമത്രേ. പാപമോചനം തേടുന്ന ആളുകൾക്ക്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ലോകത്തും അല്ലാഹു തആല ചില ഗുണങ്ങൾ നൽകുമത്രേ. അതേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും പാപമോചനം തേടുന്നത് പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അവന്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവന് രക്ഷ ലഭിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലുന്നത് പതിവാക്കിയാൽ അവന്റെ മനക്ലേശങ്ങളിൽ നിന്ന് അവൻ അല്ലാഹു തആല രക്ഷ നൽകും. വമിൻ കുല്ലി ഹമ്മിൻ ഫർജാ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് ആശ്വാസം നൽകുന്നതാണ്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ അതാ അല്ലാഹു തആല ഭക്ഷണം നൽകുന്നതാണ്, റിസ്ക് നൽകുന്നതാണ്. എങ്ങനെ കുടുംബം പോറ്റുക, എന്താ ചെയ്യ, എങ്ങനെ കുറച്ച് പണം വേണ്ടിയിരുന്നു? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന ആൾക്ക് അല്ലാഹു അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് റിസ്ക് വർദ്ധിപ്പിക്കും എന്നാണ്. മാത്രമല്ല, മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതായിട്ട്
സൂറത്ത് ഹൂദിലെ 52-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. മഴ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ, മഴ പെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അഥവാ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയാണ്. സൂറത്ത് ഹൂദിലെ 52-ാമത്തെ വചനം, വയാ ഖൗമിസ്തഗ്ഫിറൂ റബ്ബക്കും, എന്റെ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടിക്കൊള്ളുക. തൂബൂ ഇലൈഹി, എന്നിട്ട് അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, മനം ശുദ്ധമാക്കിയാൽ അവനെ അല്ലാഹു തആല മഴ വർഷിപ്പിച്ചു കൊടുക്കും. വയസിദുക്കും ഖുവതൻ ഇലാ ഖുവതികും, നിങ്ങളുടെ ശക്തി അവൻ 10 മടങ്ങായി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. സൂറത്ത് ഹൂദ് അതിന്റെ 52-ാമത്തെ വചനം. ഇത് തന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോടും പറഞ്ഞത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടിക്കൊള്ളുക, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവൻ അതാ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, അതെ, സമ്പത്തും സന്താനങ്ങളും കൊണ്ട് അവൻ നിങ്ങളെ ധന്യരാക്കും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു സമ്പത്ത് വർദ്ധിപ്പിക്കും, സന്താനങ്ങളെ തരും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും അതിൽ അരുവികൾ ഒഴുക്കി തരികയും ചെയ്യുന്നതാണ്. സൂറത്ത് നൂഹിലെ 10 മുതൽ 12 വരെയുള്ള വചനം അല്ലാഹു തആല പഠിപ്പിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചില സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാകാൻ ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അകവും പുറവും ശുദ്ധമാക്കാൻ ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരം തന്നെയാണ്. 5 സമയവും കൃത്യമായി നമസ്കരിക്കുന്നവൻ, നമുക്കറിയാവുന്നത് പോലെ ഒഴുകുന്ന പുഴയിൽ നിന്ന് 5 നേരം കുളിക്കുന്നവൻ മാലിന്യമുക്തമാകുന്നത് പോലെ 5 നേര നമസ്കാരവും അവനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാർ, സഹോദരങ്ങളെ, എല്ലാ ഏർപ്പോടും കഴിഞ്ഞിട്ട് നിസ്കരിക്കുക എന്നുള്ളതല്ല, ആ വഖത്തിന് കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാർ. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞത് ആ പ്രവാചകനെ പിൻപറ്റലാണ്, അള്ളാഹിന്റെ പ്രവാചകനെ പിൻപറ്റുക. ബിദ്അത്തുകളെ പിൻപറ്റാൻ അല്ല, ശിർക്കും ബിദ്അത്തും അത് കൊണ്ടാടാനല്ല, അള്ളാഹിന്റെ പ്രവാചകനെ ഫോളോ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അത് പാപങ്ങൾ പൊറുക്കുവാൻ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നബിയെ പറയുക, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, അപ്പോൾ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്. സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ വചനമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ റസൂലിനെ പിൻപറ്റുകയാണ് വേണ്ടത് എന്നർത്ഥം. നാട്ടിൽ പല കാലകളും കീലകളൊക്കെ ഉണ്ടാകും, പല രൂപത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? അത് ചെയ്താൽ, അത് സ്വീകരിച്ചാൽ അവന്റെ പാപം പൊറുക്കും എന്നാണ്. അതിന് നമുക്ക് ഭൗതികമായ യാതൊന്നും തടസ്സമായി കൂടാ എന്നർത്ഥം. സ്വന്തം ഇഷ്ടങ്ങൾ പോലും അതിന് തടസ്സമായി കൂടാ. പ്രവാചകനെ പിൻപറ്റുമ്പോൾ സഹോദരങ്ങളെ, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നേക്കാം, എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. അത്തരം യാതൊന്നും തടസ്സമാകാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബിദ്അത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തും, കുടുംബങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടും, മഹല്ലിൽ ഒറ്റപ്പെടും. അതൊന്നും ഒരു പ്രശ്നമാക്കാതെ ആ ത്യാഗം സഹിച്ചുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ
നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. സഹോദരങ്ങൾ, പലപ്പോഴും നമുക്കൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള മടി എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിലെ കേവല പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കുക, നമ്മൾ ഇവിടെ പ്രവർത്തകരായ ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് എന്ന്. ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ പല മേഖലകളിലും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ അതിൽ എത്രയാണുള്ളത് എന്ന് ഒരു വാക്കുകൊണ്ട് ഒരാളെങ്കിലും ക്ഷണിക്കാൻ സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും നമുക്കെന്താ തടസ്സം? എനിക്ക് ജോലിയാണ്, എനിക്ക് തിരക്കാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് എവിടെ സമയം, ആകെ വെള്ളിയാഴ്ച ഇപ്പോൾ ഒഴിവിട്ടുക, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വേറെ എന്തെല്ലാം പണിയുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്താൻ സാധിക്കും. അന്നിപ്പോൾ ഒരു ഖുർആൻ ക്ലാസ്സിന് വന്നിരുന്നാൽ എന്താണിപ്പോൾ, അതിനൊക്കെ സമയമല്ലല്ലോ. എല്ലാ കാര്യങ്ങളും നടത്താൻ സമയം ഉണ്ടാകുമ്പോഴും ഇതിന് മാത്രം സമയം കാണാത്ത ഒരുപാട് ഭൗതിക ജീവിതത്തിലെ കേവല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, വീടായിരിക്കാം ഒരുപക്ഷെ തടസ്സമായി നിൽക്കുന്നത്, നന്മ പ്രവർത്തിക്കാൻ വീട് തടസ്സമായി നിൽക്കുക, ചിലപ്പോൾ മക്കളായിരിക്കാം തടസ്സമായി നിൽക്കുന്നത്. പല രംഗത്തും ആ രൂപത്തിലുള്ള തടസ്സങ്ങൾ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഭാര്യയായിരിക്കാം തടസ്സമായി നിൽക്കുന്നത്, ചില ആളുകൾക്ക് ജോലിയായിരിക്കാം തടസ്സമായി നിൽക്കുന്നത്, ചിലപ്പോൾ സഹോദരങ്ങളെ ചില ആളുകൾക്ക് സുഹൃത്തുക്കളായിരിക്കാം തടസ്സമായി നിൽക്കുന്നത്. ഇങ്ങനെ പലതുമായിരിക്കാം നമുക്ക് തടസ്സം. എന്നാൽ ഈ തടസ്സങ്ങളെ മാറ്റിവെച്ച് ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, അങ്ങനെ പ്രവാചകനെ പിൻപറ്റിയാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന്, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ എത്രത്തോളം ആ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ സ്വഹാബത്തിൻ്റെ ജീവിതവുമൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ, ബദർ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന നേരത്ത്, ആ ബദർ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ആ ഒരു സമയത്ത് അവിടെ നമുക്കൊരു സംഭവം കാണാൻ സാധിക്കും. യുദ്ധാവേശത്തിൽ പടക്കളത്തിലൂടെ ഓടിയെടുക്കുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ്. മുആദ് റളിയല്ലാഹു അൻഹുവും മുഅവ്വദ് റളിയല്ലാഹു അൻഹു, രണ്ട് കുട്ടികൾ. അവരിങ്ങനെ രണ്ടുപേരും ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ നോക്കുകയാണ്, അബൂജഹൽ എവിടെ എന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇസ്ലാമിൻ്റെയും തിരുനബിയുടെയും ശത്രുവിനെ നേരിടാൻ കൗമാരം പിന്നിട്ടിട്ടില്ലാത്ത ആ കുട്ടികൾ യുദ്ധക്കളത്തിലൂടെ ചീറിപ്പായാണ്. രണ്ട് കുട്ടികൾ ആ യുദ്ധക്കളത്തിലൂടെ ഇങ്ങനെ ചീറിപ്പായാണ് സഹോദരങ്ങളെ. അവരെന്തിനാ ചീറിപ്പായുന്നത്? അള്ളാന്റെ പ്രവാചകന്റെ ശത്രുവിനെ, ഇസ്ലാമിന്റെ ശത്രുവിനെ വകവരുത്താൻ വേണ്ടി ആ കുട്ടികൾ ഇങ്ങനെ ഓടുന്നതിനിടക്ക് ആ ഓട്ടത്തിനിടയിൽ അവരിൽ ഒരാളുടെ കൈക്ക് വെട്ടേൽക്കുകയാണ്. ഇതുവരെ തന്റെ മുമ്പിലുണ്ടായിരുന്ന തന്റെ ലക്ഷ്യം ആ ശത്രുവിനെ വകവരുത്തുക എന്നായിരുന്നു. ആ ഓടുന്നതിനിടക്ക് ആ കുട്ടിയുടെ കൈക്ക് വെട്ടേറ്റപ്പോ ഒരു ചെറിയ ഇറച്ചി കഷ്ണത്തുമ്മേ ആ കൈ ഇങ്ങനെ തൂങ്ങിയാടുകയാണ്. ഓടുന്നതിനിടയിൽ ആ കൈ ഇങ്ങനെ തൂങ്ങിയാടുന്ന സമയത്ത് ഇപ്പോൾ എന്റെ ആ പ്രവർത്തനത്തിന്, എന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്റെ കൈയാണ് എന്ന് കണ്ടപ്പോ ആ പിഞ്ചോമന ബാലൻ സഹോദരങ്ങളെ ആ പടക്കളത്തിൽ ഒന്ന് കുനിഞ്ഞു നിന്ന് തന്റെ ആ തൂങ്ങിയാടുന്ന കൈ തന്റെ കാലിനടിയിലേക്ക് വെച്ച് ഒന്ന് ചവിട്ടി അമർത്തിപ്പിടിച്ച് ഒരൊറ്റ വലി കൊടുക്കുകയാണ്. വാളുകൾ പാട്ടുപാടുന്ന ബദർ രണാങ്കളത്തിൽ ആ പിഞ്ചോമന പൈതലിന്റെ ആ കയ്യത ചേതനയേറ്റ് വീഴുമ്പോ തിരിഞ്ഞു നോക്കുന്നില്ല. ലക്ഷ്യം നേടുന്നത് വരെ അവൻ പോരാടുകയാണ് സഹോദരങ്ങളെ. തന്റെ മുന്നിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഇളം കൈ വാളുകൾ പാട്ടുപാടുന്ന ആ യുദ്ധത്തിൽ അറ്റി വീണപ്പോഴും എനിക്കെന്റെ കൈ നഷ്ടപ്പെട്ടാലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തിൽ ദീനിന്റെ വഴിയിലൂടെ മുന്നേറാൻ എനിക്കെന്റെ ഒരു കൈയാണ് തടസ്സമെങ്കിൽ ആ കൈ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ സഹോദരങ്ങളെ ആ സ്വഹാബത്തിന് സാധിച്ചിരുന്നു. സഹോദരങ്ങളെ, ദീനീ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്ക് മാതൃകയും ആവേശവും നൽകേണ്ടതാണ് ഈ ചരിത്ര സംഭവം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാനും ആ മാർഗത്തിൽ ജീവിതം അർപ്പിക്കുവാനും നമുക്കെന്താണ് പലപ്പോഴും തടസ്സം? ഭൗതിക ജീവിതത്തിലെ കേവലം തടസ്സങ്ങൾ. അള്ളാഹ് നമ്മളോടൊരു കൈയൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല. അല്പം സമയം സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു 24 മണിക്കൂർ ദിവസത്തിലുണ്ടെങ്കിൽ റബ്ബിന്റെ മാർഗത്തിൽ നീക്കിവെക്കാൻ ഒരല്പ സമയം നമുക്കുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക.
അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക. അകം നന്നാക്കുന്നതോടൊപ്പം പുറവും നന്നാവുക. അങ്ങനെ കർമ്മങ്ങൾ നന്നായി റബ്ബിനെ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അത് നമ്മുടെ പാപം പൊറുക്കാൻ ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ നന്നാക്കണം. വാക്കുകൾ നന്നാക്കിയാൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. വാക്കുകൾ നന്നാക്കുക എന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് അഹ്സാബിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്യുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ അവൻ നന്നാക്കി തരുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നല്ല വാക്ക് പറയാം. ഏതൊരു വിഷയത്തിൽ നമുക്ക് നല്ല വാക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടില് ഭാര്യ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം ഉണ്ടാക്കി നല്ല വർത്താനം പറയാൻ, നന്നായാലും കുഴപ്പമില്ലാന്നേ പറയുള്ളൂ. അതെന്താ? അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഓളങ്ങനെ വലിയ ആളാവണ്ട എന്ന ഒരു ചിന്ത. അങ്ങനല്ല, നമ്മളൊരു നല്ല വാക്ക് പറയാ, ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യാന്നുള്ളത്. ആരാ സഹോദരങ്ങളെ അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കാത്തത്? ഒരു ചെറിയ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാറില്ലേ? മുതിർന്നവർക്ക് ആ പ്രോത്സാഹനം അത് ഇഷ്ടമല്ലേ? അതുകൊണ്ടൊരു അംഗീകാരം ഉണ്ടെങ്കിൽ ആ അംഗീകാരം വകവെച്ചു കൊടുക്കുക. ചില ആൾക്കാർ അതിന് വരെ പിശുക്ക് കാണിക്കും. നല്ല വാക്ക് പറയാം. എന്തിനും ഏതിനും കുറ്റവും കുറവും കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഒരു നല്ല വാക്ക് പറയാം, സംസാരിക്കാൻ നല്ലത് പറയാം. അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ പറയുകയാണെങ്കിൽ നല്ലത് പറയും, ഉണ്ടാതിരുന്നോളി. ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ വെറുതെ എന്തെങ്കിലും എന്റെ വക എന്തെങ്കിലും അഭിപ്രായം കടന്നോട്ടെ എന്ന് വെറുതെ ഒച്ചണ്ടാക്കുക. അങ്ങനല്ല, ഉള്ളത് നല്ലത് പറയാ എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ടെന്നല്ല ഇതിനർത്ഥം. നല്ലത് പറയണം, നന്മയിൽ മുന്നേറണം, നല്ല വാക്ക് പറയണം. അതാരോടാണെങ്കിലും നന്മ പറയുക, നല്ലത് പറയുക. അങ്ങനെ ആയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുമെന്നാണ്. മറ്റൊന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് അതും അള്ളാഹു പാപം പൊറുക്കുവാൻ കാരണമാക്കുമെന്ന് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ കൂടിയ ആളുകളോട് പറയേണ്ടതില്ല. ധാരാളമായി ചെലവഴിക്കുന്നവരാണ്. അത് അല്ലാഹു സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമെന്ന് സൂറത്ത് തഗാബുൻ അതിന്റെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, ഇൻ തുഖരിലുല്ലാഹ ഖർളൻ ഹസനാ, അല്ലാഹുവിന് നിങ്ങൾ ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം യുളാഇഫുഹു ലക്കും, നിങ്ങൾക്കത് അവൻ ഇരട്ടിയാക്കി തരുന്നതാണ്. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. നമുക്ക് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ നിരന്തരം നമ്മൾ അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ ദഅവത്തിന് പണം കൊടുക്കുക. ഞാനിതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കേണ്ട മൂപ്പർക്ക് എന്തോ ഒരു പിരിവുണ്ട്. എനിക്കൊരു പിരിവില്ല. പിരിവിന് അന്നൊന്നല്ല. പലപ്പോഴും പല മദ്രസയുടെയും പള്ളിയുടെയും ഒക്കെ പിരിവിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പേടിയാണ്. നമ്മളിങ്ങനെ പല ആൾക്കാരോടും വിളിച്ച് ചോദിക്കും, അങ്ങോട്ട് വരുമ്പോൾ ആണ് വന്നിട്ട് കാര്യമല്ല എന്ന്. കാരണം ഇവിടെ ആകെ പിരിവാണ്. കാരണം അവിടെ വന്നാൽ പിന്നെ ഇതുവരെ ഉള്ള അതൊക്കെ പോകുന്നത്. കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. നമ്മളെ കൊണ്ട് കഴിയെങ്കിൽ കൊടുക്കുക, ഇല്ലേ കൊടുക്കണം, നല്ല വാക്ക് പറയാ. നമ്മുടെ മനസ്സിൽ ആ നിലക്കൊരു നീരസം ഉണ്ടാവരുത്. നമ്മൾ കൊടുക്കുന്നത് സഹോദരങ്ങളെ പടച്ചോന്റെ മാർഗത്തിലാണ്. ഈ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ ചെയ്ത അമല് മാത്രം. ഞാനിപ്പോ ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഇവിടെ നമ്മുടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ നാട്ടുകാരനായ സുഹൃത്ത് ജലീൽ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ പോയിട്ടാണ് ഞാൻ വരുന്നത്. ആ മക്കളെ ഞാൻ പഠിപ്പിക്കുന്ന മക്കളാണ്, എൻ്റെ സ്കൂളിലെ കുട്ടികളാണ് അവർ. ആ കുട്ടിയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, അവിടെയുള്ള ആ കുട്ടികളെ. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ജീവിതം എന്ന് പറയുന്നത്, ആയുസ് എന്ന് പറയുന്നത് ഏതാനും ശ്വാസമാണ്. ഈ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പിന്നെ കാണുന്ന കാഴ്ച ഈ കാഴ്ചയല്ല, പിന്നെയുള്ള അനുഭവമല്ല, പിന്നെയുള്ളത് സഹോദരങ്ങളെ മറ്റൊരു അനുഭവമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം വേണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ആയുഷിന്റെ സമയം അങ്ങനെയാണ് നിശ്ചയിച്ചത്. അല്ലാഹു തആല ആ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക്, ആ സഹോദരിമാർക്കും അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ. നമ്മൾ ഈ ആയുസ്സിൽ എന്താ ചെയ്തത് അതേ ഉണ്ടാകുള്ളൂ. ആ ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയാണെന്നർത്ഥം.
ഞാനിട്ടിരിക്കുന്ന ഈ ഷർട്ട്, ഈ ഡ്രസ്സ് എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ ധരിച്ചത്, ഇതിൻ്റെ കൈ കൊണ്ട് തന്നെ അയച്ചു മാറ്റുന്ന ഒരുറപ്പ് എനിക്കില്ല. എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ, എവിടെ വെച്ചായിരിക്കും അറിഞ്ഞൂടാ. ഇത്രേ നമ്മുടെയൊക്കെ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കുക എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ക്ലാസ്സിനിരിക്കുമ്പോൾ, ഈ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഭാരവാഹികൾ എന്നെ ഏൽപ്പിച്ച ഒരു പണിയും കൂടിയുണ്ട്. സഹോദരങ്ങളെ, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM-ന്റെ ഒരു നാഷണൽ കൺവെൻഷൻ നടക്കുകയാണ് കോഴിക്കോട് വെച്ചിട്ട്. അതിന് ഒരുപാട് ചെലവുകളുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി ആ രൂപത്തിലൊരു സംഭാവനക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടവർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ നൽകുക എന്തിനു വേണ്ടിയിട്ടാ അറിയോ? സമൂഹത്തിൽ ബാധിക്കുന്ന അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അധാർമികതയും ആ രൂപത്തിലുള്ള നാസ്തികതയും ലിബറൽ സംസ്കാരങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമായി വരുമ്പോൾ നമ്മുടെ യുവാക്കളെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ എന്നത്. സഹോദരങ്ങളെ, ഏകദേശം 1.5 ലക്ഷം രൂപ ആ പ്രോഗ്രാമിന് ചെലവുണ്ട് എന്നാണ്. നമുക്ക് കഴിയെങ്കിൽ ഒരു നല്ല വിഹിതം അത് നൽകണം എന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് സഹോദരങ്ങളെ. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം വാണിയമ്പലത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറത്തായിട്ട് ഒരു പെൺകുട്ടിയെ ആ രൂപത്തിൽ പിച്ച് ചീന്തി +1 പഠിക്കുന്ന ഒരു പയ്യൻ. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ലിബറൽ സംസ്കാരങ്ങളും അതിരുവിട്ട സ്വതന്ത്ര ചിന്തയുമായിട്ട് ഒരാൾക്ക് ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്വന്തം മക്കളെപ്പോലും അലക്ഷ്യമായി ആ രൂപത്തിൽ ഒരു അരുതാത്ത സ്ഥലത്ത് കണ്ടാൽ എന്താണ് ഇവിടെ എന്ന് ചോദിക്കാൻ പോലും പാടില്ലാത്ത അതൊരു സദാചാര പോലീസായി മാറുന്നു എന്ന് പറഞ്ഞ് ആളുകൾ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അവരുടെ ആ രൂപത്തിലുള്ള ലിബറൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് എന്റെ ശരീരം അതെനിക്കുള്ളതാണ്, അത് ചോദ്യം ചെയ്യാൻ മറ്റൊരാളും അവകാശപ്പെട്ടവരല്ല എന്ന ചിന്ത സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അതിന് പാടില്ല എന്ന ഒരു ചിന്തയിലേക്ക് സമൂഹം വഴി നടക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ആ ഒരു സമൂഹത്തിൽ മദ്യത്തിൻ്റെയും ആ രൂപത്തിൽ വ്യഭിചാരത്തിൻ്റെയും ഒക്കെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുമ്പോൾ അതിൽ നിന്ന് സമൂഹത്തെ ധാർമ്മികതയുടെ വശത്തിലേക്ക്, ആദർശത്തിൻ്റെ വശത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സംവിധാനമാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ. സഹോദരങ്ങളെ, ശാഖകളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, മണ്ഡലം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ്, അതിൻ്റെ ജില്ലാ തെരഞ്ഞെടുപ്പും വരെ കഴിഞ്ഞ് ആ രൂപത്തിൽ അതിൻ്റെ സംസ്ഥാന നേതൃത്വം അങ്ങനെ വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയ തലമുറക്ക്, പുതിയ ചോദ്യങ്ങൾക്ക് പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ട് പുതിയ ഉത്തരങ്ങൾ നൽകാൻ പറ്റുന്ന നല്ല ഒരു ടീമിനെ വാർത്തെടുക്കുന്ന അതിമഹത്തരമായ ഒരു സംവിധാനത്തിന്റെ പ്രവർത്തനത്തിലാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ യുവവിഭാഗം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ആ രൂപത്തിൽ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കഴിയെങ്കിൽ സഹോദരങ്ങളെ, 1.5 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ആ ഒരു പ്രോഗ്രാമിന് നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ നൽകണം എന്നാണ് സൂചിപ്പിക്കാനുള്ള. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം, അത് കാര്യം വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ഒരുങ്ങുക, അതിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. ഇത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ ഒരു പിരിവാണ് എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ഒരിക്കലും ആ രൂപത്തിൽ അവഗണിക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതെന്റെ പരലോകത്തേക്കുള്ളതാണ്. ചിലപ്പോൾ അത് മുഖേനയായിരിക്കാം നമ്മളത് നൽകുന്നതിലൂടെ അല്ലാഹുവിന് നിങ്ങൾ ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം നിങ്ങൾക്കത് അവൻ ഇരട്ടിയാക്കി തരും, വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുമെന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ടൊന്നൊരുങ്ങുക, നമ്മുടെ മനസ്സൊന്ന് വൃത്തിയാക്കാൻ, മാനസികമായ ഒരു വിശാലതയുണ്ടാക്കാൻ ആ രൂപത്തിൽ റബ്ബിനോട് തേടുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുക. മാത്രമല്ല സഹോദരങ്ങളെ, പാപമോചനത്തിന് വേണ്ടി ഒരുപാട് രംഗങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പറ്റിയ സമയങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം, നമ്മുടെ അകം ശുദ്ധമാക്കാൻ പറ്റുന്ന സമയം. ആ സമയം ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. രാവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, അതേ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ആ രാവിന്റെ അന്ത്യസമയങ്ങൾ. ആ അന്ത്യസമയങ്ങളിൽ പ്രത്യേകമായ
ആ ഒരു പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. അവർ പിന്നെ കൃത്യമായി ചോദിച്ചുകൊണ്ടിരിക്കും. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാവിന്റെ അന്ത്യയാമങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ എന്ന്. മാത്രമല്ല ആ സമയത്തിന്റെ പ്രത്യേകത എന്താ? യൻസിലു റബ്ബനാ തബാറക വ തആല, അല്ലാഹു തആല ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണത്. മയ്യദഊനി, ആരുണ്ടെന്നോട് ചോദിക്കാൻ, അസ്തജിബ് ലക്കും, ഞാനവന് ഉത്തരം നൽകാം. അങ്ങനെ പ്രത്യേകമായി ഓഫർ ചെയ്തിട്ടുള്ള ഒരു സമയമാണ് സഹോദരങ്ങളെ. സുബഹിന്റെ മുമ്പ് നമ്മളൊന്ന് എഴുന്നേറ്റ് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, നാദാ ഈ സെക്കൻഡിലെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ എന്റെ കർമ്മങ്ങൾ നാദാ നീ സ്വീകരിക്കുമോ, എന്റെ പാപങ്ങൾ നീ പൊറുക്കുമോ എന്ന ഒറ്റക്ക് റബ്ബിനോട് ഒറ്റക്കിരുന്നു കൊണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അത് പൊറുത്തു തരാമെന്ന് പറയുന്ന സമയമാണത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കാൻ തയ്യാറാവണം. ഒന്നാലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ആ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു 3 റക്അത്തെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കുന്ന, വിത്ർ നമസ്കരിക്കുന്ന ശീലം നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ആ സമയത്ത് നമ്മളെങ്ങാനും എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അവന്റെ കാര്യം പിന്നെ റബ്ബ് നോക്കിക്കൊള്ളാമെന്നാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്നവന്റെ കാര്യം അള്ളാഹ് ഏറ്റെടുത്തു എന്നാണ്. ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, കൃത്യമായി അള്ളാന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന. ഏതാണ് ആ പ്രാർത്ഥന? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മറ്റൊരു നേതാവിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നു. അതേ ഒരു പാപമോചനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മനസ്സ് ശുദ്ധമാക്കാൻ, അകവും പുറവും ശുദ്ധമാക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണത്. അതേ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമോ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനീ വഅന അബ്ദുക വഅന അലാ അഹദിക വവഹദിക മസ്തതഅതു വഅഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂഉ ലക നിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. കേട്ടാൽ അല്പം ദീർഘമുണ്ട് എന്ന് തോന്നുമെങ്കിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, മനഃപ്പാഠമാക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന. അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. ഖലഖതനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹദിക വവഹദിക മസ്തതഅതു, ഞാൻ നിന്നോടെടുത്ത കരാറുകളും വാഗ്ദാനങ്ങളുമൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിക്കുന്നുണ്ട്. വഅഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തതിന്റെ ദോഷത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. അബൂഉ ലക നിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന ആ നിഅമത്തിനെ ഞാൻ ഇതാ നിന്നോട് സമ്മതിക്കുകയാണ്. വഅബൂഉ ബിദംബി, എന്റെ കുറ്റങ്ങളെ ഞാനിതാ നിന്നോട് സമ്മതിക്കുന്നു. ഫഗ്ഫിർ ലീ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തീർച്ചയായും പാപം പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ, ദൃഢമായ വിശ്വാസത്തോടുകൂടെ പകൽ സമയത്ത് ആരെങ്കിലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന ഈ പ്രാർത്ഥന ഒരാൾ പകൽ സമയത്ത് ആരെങ്കിലും ചൊല്ലിയാൽ, ഫമാത മിൻ യൗമിഹി അൻ യുൻസി, അന്ന് വൈകുന്നേരത്തിന് മുമ്പെങ്ങാനും അവൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നത് ഉറപ്പാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനം ബിഹാ, ദൃഢമായ വിശ്വാസത്തോടുകൂടെ വല്ലവനും രാത്രിയാണ് ഇത് പ്രാർത്ഥിച്ചത് എങ്കിൽ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗ്ഗത്തിലാണ്. അവൻ നേരം വെളുക്കുമ്പോഴേക്ക് മരണപ്പെട്ടു പോയാൽ അവനും സ്വർഗ്ഗത്തിലാണ്. ഏതെങ്കിലും ഒരു പകലോ ഏതെങ്കിലും ഒരു രാത്രിയോ ഒക്കെയായിട്ട് ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിൽ 2 തവണയെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന
പാപമോചനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് അള്ളാന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാനാണ്, അകം ശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ആ നിലക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി പാപങ്ങൾ കഴുകിക്കളഞ്ഞ് റബ്ബിനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂടെ ചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, നമ്മൾ ഈ ദുനിയാവിൽ എന്തെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും, ഭൗതികമായ എന്ത് കൗതുകങ്ങൾ നമുക്കുണ്ടെങ്കിലും, ദുനിയാവിൽ എന്തെന്ത് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും, പാരത്രിക ലോകത്ത് അത് ഉപകാരപ്പെടണമെങ്കിൽ അതാ അല്ലാഹു പറഞ്ഞില്ലേ സഹോദരങ്ങളെ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു ദിനം നിങ്ങൾക്ക് വരാനുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു ദിനം. മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളുന്നവരുണ്ടാവാം, അരോടതയുടെ ഗാത്രനായ മക്കളുണ്ട്, സമ്പത്തുണ്ടെനിക്ക്, ബാങ്ക് ബാലൻസുകളുണ്ടെനിക്ക്, ഒരുപാട് കെട്ടിടങ്ങളുണ്ടെനിക്ക്, മണിമേടങ്ങളുണ്ടെനിക്ക്, ഒരുപാട് അധികാര സ്ഥാനങ്ങളുണ്ടെനിക്ക് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വില പോകാത്ത ഒരു ദിവസമുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്കൊഴികെ. അതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്, സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവൻ എന്നാണ്. രക്ഷപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ഒരാളോടും അസൂയയില്ലാത്ത, പാപങ്ങൾ പുരണ്ടിട്ടില്ലാത്ത, ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മനസ്സ് കഴുകിക്കളഞ്ഞ, അകം ശുദ്ധമാക്കി കളഞ്ഞ അത്തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കാണ് ആ പരലോകത്ത് സ്വർഗമുള്ളത്. തിൽക്കദ്ദാറുൽ ആഖിറ, അവർക്കാണ് ആ സ്വർഗമുള്ളത്. അവരെ കാത്തിരിക്കുന്നത് ആ സ്വർഗമാണ്. ആ സ്വർഗീയ ലോകത്തതാ മലായികത്തുകൾ അവരെ കാത്തിരിക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അതേ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും അവന്റെ വിരുന്നിലേക്കും നീ പ്രവേശിച്ചു കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന ആ ഒരു സുവിശേഷം കേൾക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂടെ ചേരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകം നമ്മൾ നന്നാക്കണം, മനസ്സ് നന്നാക്കണം. നമ്മുടെ പുറം നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാവണം, അനാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കണം, റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ മുഴുകണം. നമ്മുടെ ആയുസ്സിൽ അല്ലാഹു നൽകിയിട്ടുള്ള നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ മുഴുവൻ അനുഗ്രഹങ്ങളും റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, മരണം എന്നത് നമ്മളെ കാത്തിരിക്കുകയാണല്ലോ. നമ്മൾ ഓരോരുത്തരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. ആ മരണം നമ്മെ തേടിയെത്തുന്നതിന്റെ മുമ്പേ നമ്മുടെ കർമ്മങ്ങൾ അതേ നമുക്ക് നന്നാക്കാൻ സാധിക്കണം. ഹത്താ ഇദാ ജാ അജലുഹാ, ആ അജലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം ലഭിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. പണിതീരാത്ത വീടും പറക്കമുറ്റാത്ത മക്കളും വീട്ടിയിട്ടില്ലാത്ത കടങ്ങളും തീർന്നിട്ടില്ലാത്ത ആഗ്രഹങ്ങളും എല്ലാം ബാക്കിയാക്കിയിട്ട് മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കൽ വരുമ്പോ ഒരു നിമിഷം കൂടി കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അതേ നമ്മളിങ്ങനെ കെഞ്ചി നോക്കിയാലും ഒരിക്കലും ഒരു സെക്കൻഡ് പോലും നമുക്ക് ബാക്കിയാക്കി തരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ സമയമാണ് എങ്കിൽ നമുക്ക് ബാക്കിയായിട്ടുള്ളത് ആ സമയമാണ്. ആ സമയം സഹോദരങ്ങളെ, അത് അവസാനിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ ധന്യമാക്കണം. അതുകൊണ്ടാണല്ലോ ഇ.കെ.എം. ബന്നൂർ അദ്ദേഹത്തിന്റെ ഒരു കാവ്യ സമാഹാരത്തിൽ പറയുകയുണ്ടായി, മനുഷ്യന്റെ സമയത്തെക്കുറിച്ച് പറയുകയുണ്ടായി, ഒരു ഘടികാരത്തോട് ഉപമിക്കുകയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു ഗാനത്തിലൂടെ പറഞ്ഞത്, ചുമരിൽ
ഒരു ഘടികാരം തൻ സൂചിയിളക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യാനിൻ ജീവിത സമയം ചെത്തിനുറുക്കും ഞാൻ, നിന്നുടെ മരണത്തിൻ സമയമളന്ന് കുറിക്കുകയല്ലോ ഞാൻ. ഓരോരോ നിമിഷവുമായിരം അഭിലാഷങ്ങളുമായി മനുഷ്യൻ ഓടുന്നു ജീവിത വിജയം നേടിയെടുക്കാനായി. ആഖിറ നാളിൻ സ്ഥിതി ഓർക്കാൻ തെല്ലും നേരമതില്ലല്ലോ. ഓരോരോ നിമിഷ കുമിളകൾ പൊട്ടി പൊട്ടിയുടഞ്ഞിടുമ്പോൾ മരണത്തിലെത്തേണ്ടും വഴി ദൂരം കുറയുന്നു. ഒടുവിൽ ഒന്നും നേടാതെ അവനതാ യാത്ര തിരിക്കുന്നു. ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളുമൊക്കെയായി മെല്ലെ മെല്ലെ ഞാനും നിങ്ങളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ ആയുഷ്കാലം റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ മക്കളെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് നമ്മൾ ദീന് പകർന്നു നൽകണം. സഹോദരങ്ങളെ, റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അള്ളാന്റെ ചോദ്യങ്ങൾക്ക് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, ഓരോരുത്തരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോ അവിടെ കൈമലത്തുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ആ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക, കർമ്മങ്ങൾ കൃത്യമായി സഹോദരങ്ങളെ നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരണം യാഥാർത്ഥ്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്. ഈ കുങ്ങക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് പേടിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. ആ മരിക്കുന്നതിൻ്റെ മുമ്പേ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ആ ജീവിതത്തിൽ വന്നു പോകുന്ന മനുഷ്യന്മാരിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടേണ്ടതില്ല. അതുകൊണ്ട് നിരാശയില്ലാതെ പടച്ചവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് അള്ള ഇഷ്ടപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ പാപികളായ ഒരുപാട് സഹോദരങ്ങൾ അവരുടെ മനസ്സിൽ ആ രൂപത്തിലുള്ള പാപക്കറയുമായി ജീവിക്കുമ്പോൾ നാദാ, അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് നിന്റെ യഥാർത്ഥ ഹിദായത്തിന്റെ വഴിയിലേക്ക് നീങ്ങാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൺകുളിർമയും സന്തോഷവും നീ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളെ ഏവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. ഈ സംസാരവും ഈ പ്രവർത്തനവും ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും സ്വാലിഹായ സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും മനസ്സമാധാനവും നീ പ്രദാനം ചെയ്യണേ നാഥ. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് അവരുടെ ജോലികളിൽ, അവരുടെ ഏർപ്പാടുകളിൽ, അവരുടെ കച്ചവടങ്ങളിൽ അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.